സലൂമിക്ക് എന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാ, പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ എന്റെ ഭാഗത്ത് തന്നെ ആയിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ പിള്ളേ, തെറ്റുകളൊക്കെ പറ്റൂലേ? അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എനിക്ക് ജിൻഡോ കാക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നപ്പോ തൊട്ട് മനുഷ്യനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സമയം കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളി ഇപ്പം ഒരു എവിക്ഷനിൽ വന്നാലും എനിക്കറിയാം പുള്ളി പോവില്ല എന്നുള്ളത്. വീട് വരെ എത്തിക്കണേ. അപ്പം ഈ ഒരു ലാസ്റ്റ് കേട്ടപ്പോ നമ്മളെ ലാസ്റ്റ് മൊമെന്റിലും എനിക്കൊരു ഗസ് ഉണ്ടായിരുന്നു പുള്ളി ആയിരിക്കും വരുന്നതെന്നുള്ളത്. ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരുന്ന ആയിക്കോട്ടെ, പുള്ളി നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി വന്നൊരു സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഞാൻ എന്റെ പൊന്നെ സത്യമായിട്ട് ജിൻഡോ ചോദിച്ചാൽ എനിക്ക് സഹിക്കില്ല. ബിഗ് ബോസ് നടത്തല്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പുള്ളി നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി വന്നൊരു സന്തോഷമേ ഉള്ളൂ. ഒറ്റപ്പെടുത്തലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുമെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുമെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. സാധാരണ നമ്മളെ ഇഷ്ടമുള്ള കുറെ എന്റെ ഒരു സംസാരമൊക്കെ ആയിട്ട് കുറെ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ചെന്നപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമാവും എന്നുള്ളതറിയാം. പിന്നെ എനിക്കറിയാം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര അലമ്പാണെന്നുള്ളത്. പക്ഷെ എന്നാലും ഇത്രയും ഒരു ഇതുണ്ടാവും ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല. എല്ലാരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെടുത്തിയവരോടും സന്തോഷിച്ചവരോടും ദേഷ്യപ്പെട്ടവരോടും ഒക്കെ നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. വംശനാശം സംഭവിക്കാൻ ഇടയുള്ള ഇവ വളരെ റയറാണ്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു.